ഇന്ന് രാത്രി ഇവിടെ കിടക്കുന്നിട്ടാ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ മക്കളെ, നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പോകട്ടാ. എന്താ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പോകാൻ കാരണം നമുക്കൊരു നല്ലൊരു പ്രൊമോഷൻ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. ഇവിടുത്തെ ഒരു മനോഹാരിത എന്ന് വെച്ചാൽ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കൊടൈക്കനാലൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പൊന്നൂന് കുറച്ചൊരു അസ്വസ്ഥത വന്നിട്ടുണ്ട്. നമുക്ക് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും അവനക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനോട് നമ്മൾ ജസ്റ്റ് ഇതാ ഈ മാമ്പഴത്തോട്ടം കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഇറങ്ങാൻ പോകണം. ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോവാച്ചിട്ട് നിൽക്കട്ടാ. അപ്പോൾ നമ്മൾ കുറേ ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. കുറേ സമയമായി വണ്ടിയിൽ യാത്ര ചെയ്യുന്നു. പക്ഷേ ഈ നിൽക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്, ആ ദൂരെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ വലിയൊരു കാട്ടുപോത്തിനെ കണ്ടിട്ടാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ് ആ കാട്ടുപോത്ത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കാട്ടുപോത്താണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണാനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ കാട്ടുപോത്തിൻ്റെ വലിപ്പം കണ്ടു നിങ്ങൾ, നമ്മൾ ഒരുപാട് ഭാഗങ്ങൾക്ക് ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള വലിയൊരു കാട്ടുപോത്ത് തൊട്ടടുത്തായിട്ട് നമ്മൾ കാണുന്നത്. ഒരുപാട് ഞങ്ങൾ കാട്ടുപോത്തിനൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് നോക്കിയിട്ടുണ്ട് പല യാത്രകളും. പക്ഷെ ഇന്നത്തെ നേരിട്ട് കണ്ടാണ് ഈ കാഴ്ച കാണേണ്ടത് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ പോണ വഴിയിലുള്ള നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടാട്ടത്. അവിടെ നിർത്തിയതാണ്. പിന്നെ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട്. ബാത്റൂമൊക്കെ പോണവർക്കൊക്കെ അവിടെ നിർത്തിയിട്ട് ആ തലക്ക് പോയാൽ ബാത്റൂം പോകാനൊക്കെ സൗകര്യം. എന്താ വെച്ചാൽ കൊടൈക്കനാൽ പോണോടത്ത് നല്ല ചുരങ്ങളാണല്ലോ, ഒരുപാട് ദൂരം ചുരങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ്. ആ തലക്ക് പോയി നിൽക്കണേ ഈ പൈസ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് തന്നെ നിന്നാൽ രണ്ടും എടുത്തെടുത്ത് തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് ആണ്ട് കയറണമെങ്കിൽ പൈസ കൊടുക്കണം. അപ്പോൾ പിന്നെ ആണ്ട് കയറിയിട്ടില്ല. എന്ന് വെച്ചാൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ തല നിന്നാൽ തന്നെ നല്ല അടിപൊളിയായി കാണാൻ പറ്റും. നല്ല മഴയൊക്കെ പെയ്യുന്ന നേരത്താണെന്ന് നല്ല അടിപൊളി നല്ല വെള്ളം ചാടുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തണുപ്പാട്ടോ. ചുരം ഇങ്ങനെ കയറി തുടങ്ങുമ്പോൾ തന്നെ കൊടുന്ന് നല്ല തണുപ്പാണ്. പിന്നെ അവിടെയൊക്കെ കുറേ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ മുത്തും കുട്ടിമോനൊക്കെ അതാ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പൊന്നു പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ചുരങ്ങളൊക്കെ കയറി നേരെ ചെന്ന് നേരെ റൂമൊക്കെ കണ്ടഞ്ഞ് പോവാനുള്ളത്. അധികം നേരം ഞങ്ങളിവിടെ നിന്നിട്ട് നേരെ കയറി ഒരുപാട് ഓടാണ്ട് മേലേക്ക്. അപ്പോൾ ഇനി പോവാനുള്ളത് നമ്മളെ റൂമൊക്കെ കണ്ട അത് നിങ്ങൾ കാണിക്കാം. ഇതാ റൂമൊക്കെ കയറി ചെല്ലണ വണ്ടിയിൽ മ്യൂസിക് ഉണ്ടായതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് അതാണ് ഈ വോയിസ് ഇടുന്നത്. പൊന്നുവിന് അവിടെ ചെന്നിട്ടും ഛർദ്ദിക്കാനാണ്. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന റൂം. അടിപൊളിയാണ്, ഒന്നും പറയണ്ട, അടിപൊളി. ചുരമൊക്കെ കയറി അവിടെ എത്തിയപ്പോൾ തന്നെ മരുഭാഗം കൊടുത്തിട്ടാണ്. ഭാഗം കൊടുക്കുമ്പോഴാണ് അവിടെ എത്തുന്നത്. അപ്പോൾ എന്താ പറയുക, ഇത് എന്നാൽ കൊടൈക്കനാൽ അങ്ങാടി തന്നെയാണ് കേട്ടോ. കൊടൈക്കനാൽ അങ്ങാടി ഇതാ നല്ല അടിപൊളി റൂമാണ്. അതിൽ താഴെ നിലയിലും 3 റൂമുണ്ട്, മേലെ നിലയിലും 3 റൂമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 2 റൂമല്ല ആവശ്യമുള്ളൂ. താഴെ വേറെ ഫാമിലി ഉണ്ട്, മേലെ റൂം പിന്നെ അടഞ്ഞെടുക്കുകയാണ്. ഞങ്ങൾ 2 റൂം എടുത്ത്. ഇതാണ് അതിൻ്റെ ഒരു ബാൽക്കണി. 2 സൈഡിലും ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ഉണ്ട് പുറത്തേക്ക്. ആ കൊടൈക്കനാൽ മൊത്തം ഇവിടെ നിന്നാൽ കാണാം. പിന്നെന്താ വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. പെരും തണുപ്പ്. അത്രക്കും തണുപ്പാണ് അവിടെ ഉള്ളിൽ. എങ്ങനെയുണ്ട് റൂം? പിന്നെ ആ ഫ്രിഡ്ജത്തെ കാണിക്കാണ്ട് കാണിച്ചാ ബാത്റൂം ഇവിടെ അടിപൊളി പറ്റാം. ഇവിടെ ബാൽക്കണി കേട്ടാ. ചൂടല്ലേ? ഇതന്നെ എന്റെ പൊന്നെ, തണുത്തിട്ട് റൂമിന്റെ ബാൽക്കണിയിലാണ് പൊന്നോ. ഇതിന് മേലെ പോയാൽ അടിപൊളി എന്ത്
ഇതിലും വലിയൊരു വ്യൂ ആക്കാൻ എന്താ വേണ്ടി വേണോ എന്താ ഈ പറഞ്ഞത്. അപ്പൊ നമ്മളെ റൂമിന്റെ ഏറ്റവും ഫ്രണ്ട് മേലെ ഏറ്റവും ഹെൻഡിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ടോട്ടൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടിപൊളി വ്യൂസ് ആണ് ഇവിടുന്ന്. ഇതാ ഇതിനും മേലെ ഒരു വ്യൂ ഇല്ല. ഇന്ന് രാത്രി ഇത് ഇവിടെ കിടക്കുന്നിട്ടാ. പിന്നെ അങ്ങനെയുണ്ട് ആ ഇത് കണ്ടെങ്കില് ഇവരൊക്കെ ഇവർക്ക് റീൽസിനുള്ള കിട്ടില്ല. എന്താ സൗണ്ട് കാണുവാ ആൾക്കാരെ പേടിച്ചുട്ടാ. ടോട്ടലി കുട്ടിമോടുക മുങ്ങി ആ റീൽസിലാൻ പോയാ. പിന്നെ ഞങ്ങളൊരു 8 മണി ഒരു 8:30 വരെയൊക്കെ ഞങ്ങളവിടെ പുറത്തും ഒക്കെ കണ്ടു നിന്ന് നല്ല രസമായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴും താ പോണണ്ടില്ല ഒരു പോത്ത്. അവിടെ കാട്ടുപോത്തുകളാണ് തോന്നുന്നുണ്ട് കൂടുതൽ. ഇത് വഴിയിലൂടെ ഇങ്ങനെ നടന്ന് പോവാണ് സൈഡിലൂടെ. അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും അത് വിഷയമല്ല, പക്ഷെ നമുക്കൊക്കെ പേടിയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നേരമൊന്നും റൂമിൻ്റെ പുറത്തൊന്നും നിൽക്കാൻ പോകില്ല. പെട്ടെന്ന് നമ്മൾ കെടുക്കാൻ പോയിക്കണം. എന്താ വെച്ചാൽ പുറത്ത് ഒരു കുറച്ച് സമയം സെക്കൻഡ് ടൈം പുറത്ത് നമുക്ക് നിൽക്കാൻ കഴിയില്ല. അത്രക്കും തണുപ്പാണ്. പൊന്നൊക്കെ ഇരിക്കണുണ്ടില്ലേ. പിന്നെ ഇതാണ് കേട്ടോ മുത്തും കുട്ടിമോനും കെടുക്കുന്ന റൂം. ഓൽക്ക് രണ്ടാക്കുമല്ലോ ഇപ്പോൾ വലിയ കുട്ടികളായല്ലേ. എന്നിപ്പോൾ നമുക്ക് ഒരു റൂം കെടുക്കാൻ പറ്റില്ലല്ലോ. ഓൽക്ക് വേറെ റൂമും ഞങ്ങൾക്ക് വേറെ റൂമാട്ടോ. അതാ ഞങ്ങൾ റൂം ഇതാണ്. പൊന്നപ്പൊങ്ങനെ പോയി പുതപ്പിൻ്റെ ഉള്ളിൽ കയറി കിടന്നിക്കണ്. അപ്പോൾ ഞങ്ങൾ കിടക്കട്ടെ. ഇനി രാവിലെ നല്ല അടിപൊളി ഗുണാക്കേവിലൊക്കെ പോയ അടിപൊളി വീഡിയോ വരാണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.